ഡോക്ടറെ ഞാൻ നല്ല തിരക്കിലാണ്. നിങ്ങൾ ഞാൻ തിരക്കില്ല. ഞാൻ സാധാരണ ഈ ചെറിയ ഹോസ്പിറ്റലിലൊന്നും വരാറില്ല. ബേബി മീൻസ് അതുപോലത്തെ ഹോസ്പിറ്റലിലൊക്കെ പോവാറുള്ളത്. ഇപ്പോൾ ഹൗസ് വാമിങ് കഴിഞ്ഞ് 15,000 സ്ക്വയർ ഫീറ്റിന്റെ വീടാ, വലിയ വീടാ. ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക വീട് കാണാനായിട്ട്. അവരാരും കണ്ടിട്ടില്ല അത്ര നല്ല വീടൊന്നും. അപ്പോൾ ആ തിരക്കിൻ്റെ ഇടയിൽ ഞാൻ പോകുന്ന ഹസ്ബൻഡ് ആണെങ്കിൽ ഭയങ്കര തിരക്കില്ല. ഗൾഫിൽ കുറേ സൂപ്പർ മാർക്കറ്റ് ആയല്ലോ, ഞങ്ങൾക്ക് കുറേ ബ്രാഞ്ചസ് വന്നു. അവിടുത്തെ തിരക്ക്, ഇപ്പോൾ റിസോർട്ടിൻ്റെ വർക്ക് വന്നിട്ടുണ്ട്, ആ തിരക്ക്. അതിനിടയിൽ ഇത്തിരി സമയം കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞതാ എനിക്ക് ഐഷാബി ഡോക്ടർ തന്നെ പോകണമെന്ന്. അങ്ങനെ വന്നതാ ഞാൻ. പിന്നെ മുപ്പര് ഇപ്പം എനിക്കൊരു കാറൊക്കെ വാങ്ങി തന്നു ഗിഫ്റ്റായിട്ട്. ഹൗസ് വാമിങ് കഴിഞ്ഞാലേ. അപ്പോൾ പിന്നെ ഞാൻ അതിൽ ടൗണിൽ പോവാം, മിംസിൽ കാണിക്കാമെന്നൊക്കെ എന്നോട് പറഞ്ഞത്. ഞാൻ എവിടെ പോയാലും പിന്നെ അവിടുത്തെ ഡോക്ടേഴ്സൊക്കെ നല്ലോണം അറിയാം. എൻ്റെ തല കണ്ടാൽ വിളിക്കും. ഇവിടെ ഞാൻ അരമണിക്കൂറായി വെയിറ്റ് ചെയ്യുന്നത്. ഡോക്ടറിനെ കണ്ടിട്ട് എന്താ വിളിക്കാഞ്ഞേ? നിങ്ങൾ കയറി വന്നല്ലോ, തള്ളിക്കയറി വന്നല്ലോ, പിന്നെന്തിനാ വിളിക്കേണ്ട ആവശ്യം? എനിക്ക് BP, ഷുഗർ, കൊളസ്ട്രോൾ അതൊക്കെ ഉണ്ട്. അതൊക്കെ പിന്നെ പൈസക്കാർക്ക് പറഞ്ഞതാണല്ലോ, അത് ഞാൻ ബേബിയിൽ കാണിച്ചോളാം. പിന്നെ ഞങ്ങൾ കുറേ ആയൊരു യൂറോപ്യൻ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത്. ഹസ്ബൻഡിൻ്റെ തിരക്കുകൾ കാരണം ഒന്നിനും കഴിഞ്ഞില്ല. അപ്പോൾ നാളെ രാവിലെയാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വന്നതാണ്. മേഡം ഹൗസ് വാമിങ്ങിന് വന്നില്ലല്ലോ, എന്ത് പറ്റി? എനിക്കൊരു ചെറിയ ഹൗസ് വാമിങ് ഉണ്ടായിരുന്നു, ഞാൻ അതിന് പോയി. നിങ്ങളെപ്പോലുള്ളവർ ബേബി മിംസിൽ പോകുക തന്നെയാണ് നല്ലത് അല്ലേ? കാരണം എൻ്റെ ഈ തിരക്ക് പിടിച്ച ഈ സമയത്ത് ഈ എനിക്ക് സാധാരണക്കാരെയും നിങ്ങളൊക്കെ സെയിം തന്നെയാണ്. നിങ്ങൾക്കൊക്കെ ബേബി മിംസിലൊക്കെ പോയി ചികിത്സിക്കാൻ പൈസയും സൗകര്യമൊക്കെ ഉണ്ട്. പക്ഷേ ഇവരൊക്കെ രാവിലെ വന്ന് എന്നെ കാത്തിരിക്കുകയാണ്. അപ്പോൾ അവർക്കൊക്കെ ആശ്രയം ഞങ്ങളെപ്പോലുള്ള ഈ ഹോസ്പിറ്റലാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. എനിക്ക് നിങ്ങളും അവരും സെയിമാണ്. ഓക്കെ? അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇങ്ങനത്തെ രീതിയിലൊന്നും കയറാൻ പറ്റില്ല എൻ്റെ ഹോസ്പിറ്റലിൽ. ഓക്കെ?